ഇലക്ഷൻ കഴിഞ്ഞ സമയത്തുണ്ടെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് പിണറായി വിജയൻ എന്തുവാണ് പറയാനുള്ളത്, ഇത് ഈ തോറ്റതിന് എന്തുവാണ് മറുപടി എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ പ്രസ് ഒക്കെ ചെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറയില്ല. അവരുടെ അടുത്തുണ്ടെങ്കിൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ പോയത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇത് കണക്കൊരു പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി, പക്ഷേ ഈ ഒരു തോൽവി ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങളുണ്ടെങ്കിൽ എല്ലാ കാര്യം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തത്, പക്ഷേ ഇതേ കണക്കത്തുള്ളൊരു തോൽവി ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്തായിരുന്നാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി തൊട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടുണ്ടെങ്കിൽ നോക്കിയും കണ്ട് ബാക്കിയുള്ളവർക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമിക്കും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തില്ല, അത് ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ആരാണ് കുറേ ദിവസമായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുത്തത്, പക്ഷേ ഇതുവരെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആ സൈഡിൽ കൂടെ ഇത് നടക്കുമ്പോഴുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഓക്കെ, ഇനിയെങ്കിലും നേരെ ചെയ്ത് നല്ലോണം ചെയ്താൽ മതി, അടുത്തോട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇനി എന്തായാലും ഇതേപോലത്തുള്ള പോസ്റ്റ് അല്ലാതെ യഥാർത്ഥത്തിൽ ഇതേക്ക് പ്രസ് വിളിച്ചു കൂട്ടുകയോ അതല്ലാതെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഉണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.